ഹായ് ഓൾ, വെൽക്കം ടു മിൻ പി എസ് സി ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാം നമുക്ക് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നോക്കിയിരുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ കട്ട് ഓഫ് ആണ്. എങ്ങനെയാണ് കട്ട് ഓഫ് കൂടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലൊരു നിലവാരം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എല്ലാം തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈവൻ ആണ് നമ്മുടെ മിൻ പി എസിലാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച എല്ലാം തന്നെ നമുക്ക് വന്നിരുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഏകദേശം നമ്മളുടെ ഒരു കട്ട് ഓഫ് നോക്കുമ്പോൾ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും രണ്ടും ആവറേജ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും എന്താണ് ഇപ്പൊ പേപ്പർ 1 തന്നെ 60+ ആണ് മാർക്ക് അവര് നമ്മൾ നോക്കുമ്പോൾ പറയുന്നത്. അതുപോലെ പേപ്പർ 2 ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഏകദേശം നമുക്ക് നമ്മളെല്ലാം സ്റ്റുഡൻസിന്റെയും കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഒരു നമ്മുടെ അതുപോലെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ എക്സാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെക്രട്ടറി കഴിഞ്ഞ എക്സാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് ഒക്കെ കുറവാണ്. പക്ഷെ അത് നമുക്ക് ഈ പ്രാവശ്യം തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കൂടുതലാണ്. അതുപോലെ കുറച്ചും കൂടി നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം പേപ്പർ 1 ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു 55 അല്ലെങ്കിൽ 65 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കട്ട് ഓഫ് പറയാൻ വേണ്ടി പറ്റും. പേപ്പർ 1 അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു നിലവാരം പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയായിരുന്നു. നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ 65+ വരെ മാർക്ക് മേടിച്ച സ്റ്റുഡൻസും നമുക്ക് ഉണ്ട്. ഇനി പേപ്പർ 2 ആണെന്നുണ്ടെങ്കിൽ 60-65 ആ ഒരു റേഞ്ചിൽ എന്തായാലും കട്ട് ഓഫ് വരാനാണ് സാധ്യത കൂടുതൽ. ഈ പറഞ്ഞുകൊണ്ട് എന്താണ് നമുക്ക് പ്രിലിംസിന് നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രിലിംസ് പാസ്സായത്. അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ 1 കുറച്ചും കൂടി എളുപ്പമായിരിക്കാം. പിന്നെ അതുപോലെ പേപ്പർ 2 ആണ് കുറച്ചുകൂടി എല്ലാവരും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച് വന്നത്. കാരണം അതൊരു വേറൊരു ഇതാണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള പോർഷൻസ് ആണ് നമുക്ക് അതിൽ വരുന്നത്. പേപ്പർ 1 ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഓൾറെഡി പ്രിലിംസ് പഠിച്ചതാണെന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടി വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഇന്റർവ്യൂ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന് ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റും. ഇപ്പൊ 55 അല്ലെങ്കിൽ 60 ആ റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഒരു 115 മാർക്കാണ് നമ്മൾ എന്ത് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിനെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്നത്. ഒരു 115 മുകളിൽ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിനുണ്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വണ്ണം ഫസ്റ്റ് പേപ്പർ ആയിക്കോട്ടെ സെക്കൻഡ് പേപ്പർ ആയിക്കോട്ടെ നല്ല രീതിയിൽ മാർക്ക് മേടിച്ച സ്റ്റുഡൻസും ഉണ്ട്. എന്നിരുന്നാൽ പോലും ഒരു 115 മുകളിൽ മാർക്ക് ലഭിച്ച എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഈ ഒരു കട്ട് ഓഫിൽ നമ്മൾ വന്നില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കരുത്. ഇനി നമ്മളുടെ ഈ പറയുന്ന പോലെ നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. നമുക്കറിയാം 2026 എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. നമ്മളുടെ കേരള പി എസ് ഒരുപാട് ഓപ്പണിങ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമുക്ക് റീസൺ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് കാറ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല്, SBCID ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന കട്ട് ഓഫ് കയറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിച്ചിരിക്കരുത്. പഠനം തുടർന്നുകൊണ്ടിരിക്കുക. കാരണം ഈ പഠനം നമ്മൾ മാക്സിമം റിവിഷൻസും കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത്. ഇനി ഈ പറയുന്ന പോലെ ഉടൻ തന്നെ നമുക്ക് എന്താ വരുന്നത്, നമ്മളുടെ SBCID ആണ്. നമുക്ക് SBCIDയും കാറ്റും ആണ് നമുക്ക് വരുന്ന നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ലെവല്. അപ്പൊ ഇതേ നമുക്കറിയാലോ ഏകദേശം എന്തെങ്കിലും സിലബസിൽ മാറ്റങ്ങൾ വന്നാലേ ഉള്ളൂ, സ്പെഷ്യൽ ടോപ്പിക്കിലോ എന്തെങ്കിലും സിലബസിൽ മാറ്റം വന്നാലേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, ഏകദേശം സെയിം ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരും പഠനം നിർത്തരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടും കൂടി തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ മിന്റ് PSC നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചാണ് നമുക്ക് ഇതിൽ വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞ കട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇനി വരുന്ന എക്സാമിനൊക്കെ നമുക്ക് കട്ട് ഓഫ് കൂടാനാണ് സാധ്യതയും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ചെയ്ത് തന്നെ ഓരോ ടൈം ടേബിൾ അനുസരിച്ചിട്ട് മോക്ക് ടെസ്റ്റുകളും അതുപോലെ ടെസ്റ്റ് സീരീസും ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം തന്നെ നമ്മൾ
ഫോളോ അപ്പ് ചെയ്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ നമ്മുടെ മിന്റ് PSCയുടെ ഈ പറഞ്ഞ ഇപ്പൊ എന്താണ് നമുക്കറിയാം, നമ്മളുടെ ഇപ്പൊ ഡിഗ്രിയിലുള്ള എക്സാമിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതിന്റെ നിലവാരം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിയിൽ, നല്ല എനർജറ്റിക് ആയിട്ട് ഇനിയും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്